വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 6 പേർ കുട്ടികളാണ്. ഗസ സിറ്റി, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലായിരുന്നു ഇസ്രായേൽ ആക്രമണം. റഫ അതിർത്തി ക്രോസിംഗ് തുറക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഗസയിലെ ആക്രമണം. അബ്ബാസ് മുഹമ്മദ് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള കൊലപാതകം അവിടെ നടക്കുന്നു. 31 പേരാണ് മരിച്ചത്. ജീന, അതെ, വളരെ ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടി വരുന്നു. ഒക്ടോബർ 11 യുഎസിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇന്നത്തേത്. ഇന്നും 6 കുട്ടികളടക്കം 31 പേരുടെ ജീവനാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നഷ്ടമായത്. ആ ആക്രമണം ഉണ്ടായത് ഗസ സിറ്റിയിലും അതുപോലെ ഖാൻ യൂനിസ് പോലെയുള്ള ജനനിബിഡ പ്രദേശങ്ങളിലാണ്. ഇവിടുത്തെ ടെൻറ്റുകൾക്കും അതുപോലെ മറ്റു താമസ സൗകര്യങ്ങൾക്കും റെസിഡൻഷ്യൽ ഏരിയകളിലുമാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ ആക്രമണത്തിൽ 31 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഗതിയാണ്. ഇതോടുകൂടെ ഇസ്രായേൽ ഈ ഒന്നാം ഘട്ട വെടിനിർത്തലിന് എന്തുമാത്രം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്, അതിനെ എത്രമാത്രം അവഗണിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ഈ ഒക്ടോബർ 11 വെടിനിർത്തൽ കരാറിന് ശേഷം മാത്രം 509 ഫലസ്തീനികൾക്കാണ് ഈ ഗസയിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഏതായാലും ഈ ആക്രമണത്തെ നിശിതമായ രീതിയിലാണ് ഖത്തറും അതുപോലെ ഈജിപ്തും വിമർശിച്ചിട്ടുള്ളത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ തുടർച്ചയായി ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണത്. തുടർച്ചയായി ഇത്തരത്തിൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായി, ഇതിന് രണ്ടാം ഘട്ട സമാധാന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്ക് പോകുന്നതിൽ ഈ ആക്രമണങ്ങൾ അതിന് പ്രതിബന്ധം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ആക്രമണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കണം. അതേപോലെ വളരെ പ്രധാനപ്പെട്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ യു എൻ രക്ഷാസമിതിയുടെ റെസൊല്യൂഷൻ്റെയും ഭാഗമായി നിലവിൽ വന്ന സമാധാന പദ്ധതികൾ, ഈ സമാധാന പദ്ധതിയെ തുരങ്കം വെക്കുന്ന നിലപാടുകൾ, സമീപനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇതുപോലെ ഈജിപ്തും, നമുക്കറിയാം ഖത്തറും ഈജിപ്തുമാണ് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഏറെ യത്നിച്ച യു എസിനൊപ്പം യത്നിച്ച 2 രാജ്യങ്ങൾ. ഈ 2 രാജ്യങ്ങളും ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ അതിൻ്റെ ആക്രമണം തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം കൂടി ഇന്നത്തെ ഒരു ആക്രമണത്തോടു കൂടി കണ്ടുവരികയാണ്. ഏതായാലും ഇന്നത്തെ ആക്രമണത്തിൽ ഇത്രയും ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതോടുകൂടെ ഈ 2023 ആക്രമണത്തിന് ശേഷം 71,000 കവിഞ്ഞിരിക്കുകയാണ് ഈ ഗസയിലെ മരിച്ചവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്, കൊല്ലപ്പെട്ടവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. 1,70,000-ലേറെ പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന് ശേഷവും ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ജനനിബിഡ പ്രദേശങ്ങളിലാണ്. നമുക്കറിയാം ഗസ എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ, വാസസ്ഥലം നഷ്ടപ്പെട്ടവരുടെ, ഭൂമി നഷ്ടപ്പെട്ടവരുടെ ഒരു വലിയ തുറന്ന ജയിൽ പോലെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് അവരുടെ യാതനകൾ വീണ്ടും കൂട്ടി ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. റഫ അതിർത്തി തുറക്കാനുള്ള തീരുമാനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബന്ദി കൈമാറ്റം പൂർണ്ണമായി കഴിഞ്ഞാൽ റഫ അതിർത്തി തുറക്കുമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ആ ഒരു ഉപാധി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ്, ഇത്തരത്തിൽ തുറക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു എന്നാണോ? അതെ, അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ റഫ അതിർത്തി തുറക്കുമെന്ന് ഇന്നലെയാണ് ഇസ്രായേൽ ഭരണകൂടം പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ നിഷ്ഠുരമായ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. ഏതായാലും അറബ് രാജ്യങ്ങളും അതുപോലെ മധ്യസ്ഥ രാഷ്ട്രങ്ങളുമൊക്കെ അപലപിച്ച സ്ഥിതിക്കും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന സ്ഥിതിക്ക് ഒരു പക്ഷേ സ്ഥിതി ശാന്തമായേക്കാം. എന്നാൽ ഒരിക്കൽ പോലും ഗസയിൽ സമാധാനം ഉണ്ടാവരുത്, അവിടെ അശാന്തി നിലനിൽക്കണമെന്ന വാശിയോടുകൂടെയുള്ള ആ തരത്തിലുള്ള ഒരു സമീപനമാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. റഫ അതിർത്തി ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് തുറക്കുന്നത്. ഈ തുറക്കുന്നത് തന്നെ വളരെ പരിമിതമായ അളവിലാണ്. കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് ഈ അതിർത്തി ക്രോസിംഗ് തുറക്കുന്നത്. അത് ഒന്നാം തീയതി അത് വളരെ പരിമിതമായ അളവിൽ ട്രയൽ റൺ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ഉണ്ടാകുക. 2-ാം തീയതി മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വലിയ അളവിലേക്ക് അതിർത്തി തുറന്നു കൊടുക്കുക. അതേസമയം തന്നെ കാൽനട യാത്രക്കാർക്ക് തുറന്നു കൊടുത്തുകൊണ്ട് മാത്രം ഗസ
ഗസയിലെ പ്രശ്നങ്ങൾക്ക് അറുതി വരില്ല. ഗസയിലെ കിടപ്പാടമില്ലാത്ത, ഗസയിലെ മരുന്നില്ലാത്ത, ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് അവിടേക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ എത്തണമെങ്കിൽ ട്രക്കുകളുടെ അതുപോലെ വാഹനങ്ങളുടെ ഒക്കെ വലിയ മൂവ്മെൻറ്റുകൾ ആവശ്യമാണ്. ഇതുണ്ടായാൽ മാത്രമേ ഗസക്ക് ഒരു ചെറിയ അളവിലെങ്കിലുമുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ഈ ട്രക്ക് മൂവ്മെൻറ്റ് സാധ്യമല്ലാത്തിടത്തോളം കാലം ഈ റഫേൽ അതിർത്തി ക്രോസിംഗ് തുറക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഗസയിൽ പരിക്കേറ്റ് കഴിയുന്ന 20,000-ഓളം പേർ നിലവിൽ വളരെ അടിയന്തരമായ ചികിത്സ ആവശ്യമുള്ളതായി കഴിയുകയാണ്. അവർക്ക് ഈ അതിർത്തി തുറക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടാകും. അതുപോലെ യുദ്ധം നടക്കുന്ന വേളയിൽ ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ ആളുകൾക്ക് തിരിച്ചു വരാനുള്ള മാർഗം കൂടി വഴിയൊരുങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീന, ശരി, ഏതായാലും രണ്ടാം വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുന്നത്. റഫ അതിർത്തി ക്രോസിംഗ് തുറക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇവർ ആക്രമണം ഇത്തരത്തിൽ കടുപ്പിച്ചത്. കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അബ്ബാസ് മുഹമ്മദാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്. യുഎസുമായി ഒപ്പിട്ട കരാർ പ്രകാരമുള്ള മിസൈലുകളും പടക്കോപ്പുകളും സൗദിക്ക് നൽകാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി. 3300 കോടി റിയാലിലധികം മൂല്യം വരുന്ന ആയുധങ്ങളും സേവനങ്ങളുമാണ് കൈമാറുക. ഇതോടെ 730 അത്യാധുനിക പേട്രിയറ്റ് മിസൈലുകൾ സൗദിക്ക് ലഭിക്കും. സൗദി അറേബ്യയ്ക്ക് അത്യാധുനിക പാട്രിയറ്റ് മിസൈലുകളും അനുബന്ധ സൈനിക ഉപകരണങ്ങളും നൽകാനായിരുന്നു കരാർ. ഇതിനായുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിച്ചു. ഏകദേശം 3375 കോടി റിയാൽ വിലമതിക്കുന്നതാണ് ഇടപാട്. പെന്റഗൺ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. PAC-3 MSC വിഭാഗത്തിൽപ്പെട്ട 730 മിസൈലുകളാണ് കൈമാറുക. നിലവിലുള്ള പാട്രിയറ്റ് ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള പ്രത്യേക കിറ്റുകളും കൈമാറും. ടെലിമെട്രി ഉപകരണങ്ങളും ഇതോടൊപ്പം ലഭിക്കും. പരീക്ഷണ പറത്തൽ സമയത്ത് മിസൈലിന്റെ വേഗതയും ഡാറ്റയും രേഖപ്പെടുത്തുകയാണ് ഉപകരണങ്ങളുടെ ലക്ഷ്യം. ആയുധങ്ങളുടെ പരിചരണത്തിനാവശ്യമായ ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവയും കരാറിന്റെ ഭാഗമാണ്. നേരത്തെ F-35 യുദ്ധവിമാനങ്ങൾ സൗദിക്ക് കൈമാറുന്ന കരാറുകളിൽ US-മായി ധാരണയിലെത്തിയിരുന്നു. ഇതിലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി ആവശ്യമാണ്. കിരീടാവകാശിയുടെ കഴിഞ്ഞ വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയായിരുന്നു യുദ്ധവിമാന കൈമാറ്റത്തിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. UAE-ൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ധനവില കുറയും. പെട്രോൾ ലിറ്ററിന് 9 ഫിൽസ് വരെ കുറയുമ്പോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 3 ഫിൽസിന്റെ കുറവുണ്ടാകും. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയ്ക്കനുസൃതമായി UAE ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ വില നിർണ്ണയ സമിതിയാണ് എല്ലാ മാസവും രാജ്യത്തെ എണ്ണ വില നിശ്ചയിക്കുന്നത്. പുതുക്കിയ നിരക്കനുസരിച്ച് ഫെബ്രുവരിയിൽ സൂപ്പർ പെട്രോളിന് ലിറ്ററിന് 8 ഫിൽസ് കുറയും. 2 ദർഹം 53 ഫിൽസായിരുന്ന നിരക്ക് 2 ദർഹം 45 ഫിൽസാകും. സ്പെഷ്യൽ പെട്രോളിന് 9 ഫിൽസ് കുറയും. 2 ദർഹം 42 ഫിൽസായിരുന്ന നിരക്ക് ലിറ്ററിന് 2 ദർഹം 33 ഫിൽസാകും. E+ പെട്രോളിന് വില 8 ഫിൽസ് കുറഞ്ഞ് 2 ദർഹം 26 ഫിൽസാകും. നിലവിൽ 2 ദർഹം 34 ഫിൽസാണ് നിരക്ക്. ഡീസലിന്റെ വില ലിറ്ററിന് 2 ദർഹം 55 ഫിൽസിൽ നിന്ന് 2 ദർഹം 52 ഫിൽസായി കുറയും. മീഡിയ 1, ദുബായ്. സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി ഗുളികകളുടെ വൻ ശേഖരം പിടിച്ചെടുത്ത സൗദി കസ്റ്റംസ് അതോറിറ്റി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 2.5 ലക്ഷത്തിലേറെ വരുന്ന ക്യാപ്റ്റഗൺ ഗുളികകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. സൗദി ജോർദാൻ അതിർത്തിയായ അൽഹദീദ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ലഹരി ഗുളികകളുടെ വൻ ശേഖരം പിടികൂടിയത്. ഭക്ഷ്യവസ്തുക്കളുമായി വന്ന കണ്ടെയ്നറിൽ പരിശോധന നടത്തിയതിനെ തുടർന്നാണ് ലഹരി ഗുളികകൾ കണ്ടെത്തിയത്. വെണ്ണ നിറച്ച ടിന്നുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചത്. സ്നിഫർ നായകളെ ഉപയോഗിച്ച് കസ്റ്റംസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് 2,69,411 ക്യാപ്റ്റഗൺ ഗുളികകൾ പിടിച്ചെടുത്തത്. കേസിൽ ഇവ സ്വീകരിക്കാനെത്തിയവർ ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഡ്രഗ് കൺട്രോളുമായി സഹകരിച്ചാണ് പ്രതികളെ വലയിലാക്കിയത്. രാജ്യത്തേക്കുള്ള എല്ലാ ഇറക്കുമതികളിലും കയറ്റുമതികളിലും കസ്റ്റംസ് നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. വിദേശത്ത് നിന്നുള്ള ഉംറ തീർത്ഥാടകർക്ക് 2026 മെയ് 31 വരെ സൗദിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഹജ്ജിന് മുന്നോടിയായുള്ള നിയന്ത്രണം ഏപ്രിൽ 18 മുതൽ പ്രാബല്യത്തിൽ വരും. മെയ് അവസാനത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുക. ഉംറ വിസയിലുള്ളവർക്ക് പരമാവധി സൗദിയിൽ ഈ വർഷം തങ്ങാനാവുക ഏപ്രിൽ 18 വരെയാണ്. ഇതിനു മുന്നേ 87 ദിവസം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മടങ്ങുകയും വേണം. ഏപ്രിൽ മാസം മുതൽ ഹജ്ജിനായി തീർത്ഥാടകർ എത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം.
ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ജൂൺ 1 മുതലായിരിക്കും പുതിയ ഉംറ വിസകളിൽ വിശ്വാസികൾക്ക് വിദേശത്തു നിന്നും എത്താൻ കഴിയുക. റമദാൻ അടുത്തതോടെ ഉംറക്കാരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. ഉംറ വിസയിൽ സൗദിയിൽ പ്രവേശിച്ച ശേഷം കഴിയാവുന്ന കാലാവധി നിലവിൽ 87 ദിവസം വരെയാണ്. റമദാൻ കഴിയുന്നതോടെ ഉംറ വിസയിൽ സൗദിയിൽ തങ്ങാവുന്ന കാലാവധി കുറഞ്ഞുവരും. ഇക്കാര്യം ഉംറ വിസകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഉംറ വിസകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ കാലതാമസം വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ഹജ്ജ് കൂടി മുന്നിൽ കണ്ട് ഓരോ രാജ്യങ്ങൾക്കുമുള്ള വിസകളുടെ എണ്ണത്തിൽ നിയന്ത്രണം വരാൻ ഇനി സാധ്യതയുണ്ട്. നിലവിൽ വ്യക്തികൾക്ക് അബ്ഷീർ വഴി അപേക്ഷ സ്വീകരിച്ച് ഒരു സമയം 5 പേരെ വരെ ഉംറ വിസയിൽ കൊണ്ടുവരാം. ഇവർ മടങ്ങിയ ശേഷം ഇത് ആവർത്തിക്കുകയും ചെയ്യാം. ഉംറ വിസകളുടെ പരമാവധി കാലാവധി പുതുതായി ഇറങ്ങുന്ന വിസകളിൽ തീയതി സഹിതം രേഖപ്പെടുത്തുന്നുമുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഹജ്ജ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ആഭ്യന്തര കമ്പനികൾക്ക് പുണ്യസ്ഥലങ്ങളിൽ കേന്ദ്രങ്ങൾ അനുവദിച്ചു. തീർത്ഥാടകരുടെ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. നുസൂക്ക് വഴിയോ മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴിയോ ആണ് ഹജ്ജിന് അപേക്ഷിക്കാനാവുക. ഹജ്ജിന് മുന്നോടിയായാണ് ആഭ്യന്തര ഹജ്ജ് കമ്പനികൾക്കുള്ള സ്ഥല സൗകര്യങ്ങൾ അനുവദിച്ചത്. രാജ്യത്തെ 178 ഹജ്ജ് കമ്പനികൾക്ക് പുണ്യസ്ഥലങ്ങളിൽ 114 സൈറ്റുകളാണ് ഉണ്ടാകുക. ഹജ്ജ് കർമ്മങ്ങൾക്കായി കാത്തിരിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഉടൻ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിനിസ്ട്രിയുടെ ഔദ്യോഗിക ഇലക്ട്രോണിക് പോർട്ടൽ വഴിയോ നുസുക്ക് ആപ്ലിക്കേഷൻ വഴിയോ തീർത്ഥാടകർക്ക് ഹജ്ജ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. വിവിധ ഹജ്ജ് പാക്കേജുകളുടെ നിരക്കുകൾ മന്ത്രാലയം ഉടൻ പ്രഖ്യാപിക്കും. മിനയിലെ നവീകരിച്ച തമ്പുകൾ, മിന ടവറുകൾ, റെസിഡൻഷ്യൽ ടവറുകൾ, ഹോസ്പിറ്റാലിറ്റി തമ്പുകൾ എന്നിങ്ങനെ വിവിധ പാക്കേജുകളാണ് ഉണ്ടാവുക. സുരക്ഷയും സാങ്കേതിക മാനദണ്ഡങ്ങളും പാലിച്ച് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് മുൻകൂട്ടി സ്ഥലങ്ങൾ കൈമാറുന്നത്. കൂടുതൽ കമ്പനികൾക്ക് അവസരം നൽകുന്നതിനായി വലിയ സൈറ്റുകളിൽ ഷെയറിംഗ് സംവിധാനവും അനുവദിക്കും. സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കടുത്ത നിബന്ധനകളുമുണ്ട്. പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാവും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന അറബ് ഇന്ത്യ സഹകരണ ഫോറത്തിൽ പങ്കെടുത്ത ഖത്തർ മന്ത്രിതല യോഗത്തിൽ വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ ബിൻ സയദ് അൽ മുറൈക്കി പങ്കെടുത്തു. ഖത്തറിൽ നിന്നുള്ള പ്രതിനിധി സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അൽ മുറൈക്കി കൂടിക്കാഴ്ച നടത്തി. ഫോറത്തിന്റെ 2ാം പതിപ്പാണ് ഇത്തവണത്തേത്. സൗദി വ്യോമയാന മേഖലയിൽ കഴിഞ്ഞ വർഷം നേടിയത് റെക്കോർഡ് വളർച്ച. രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണം 14 കോടി കവിഞ്ഞു. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷനാണ് കണക്കുകൾ. മുൻ വർഷത്തേക്കാൾ 9.5% വളർച്ച നേടിയാണ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. അതോറിറ്റിയുടെ കണക്ക് പ്രകാരം സൗദി എയർപോർട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണം 14.9 കോടിയിലെത്തി. 7.6 കോടി അന്താരാഷ്ട്ര യാത്രക്കാരും 6.5 കോടി ആഭ്യന്തര യാത്രക്കാരും വിമാനത്താവളങ്ങൾ വഴി യാത്രയായി. വിമാന സർവീസുകളിൽ 8.3% വർധനവും രേഖപ്പെടുത്തി. മൊത്തം വിമാന സർവീസുകളുടെ എണ്ണം 9,80,400 ഉയർന്നിട്ടുണ്ട്. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഏറെ മുന്നിൽ. ദിവസവും ശരാശരി 1,46,000 യാത്രക്കാർ യാത്രയായി എന്നാണ് കണക്ക്. മദീന, ദമാം എയർപോർട്ടുകളും റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തി. എയർ കാർഗോ സെക്ടറിലും നേട്ടമുണ്ടായിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഒമാൻ എയർ മസ്കത്ത് ത്വായ് സർവീസിന് തുടക്കം. ജിദ്ദ, റിയാദ്, ദമാം, മദീന എന്നിവയ്ക്ക് ശേഷം സൗദിയിൽ ഒമാൻ എയർ സർവീസ് നടത്തുന്ന 5ാമത്തെ സെക്ടറാണ് ത്വായിഫ്. 2026 തങ്ങളുടെ ആദ്യത്തെ പുതിയ റൂട്ടായാണ് ഒമാൻ എയർ ത്വായിഫിനെ പ്രഖ്യാപിച്ചത്. ബോയിംഗ് 737 ഉപയോഗിച്ച് ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിരിക്കും ഒമാൻ എയർ സർവീസ് നടത്തുക. ഒമാനിൽ 2025 രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധന. 2024 അപേക്ഷിച്ച് വാഹനങ്ങളുടെ എണ്ണം 5.6% വർദ്ധിച്ച് ആകെ വാഹനങ്ങളുടെ എണ്ണം 18.5 ലക്ഷമായി. സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതലുള്ളത്. 79.2% സ്വകാര്യ വാഹനങ്ങളാണ് ഒമാനിലുള്ളത്. വാണിജ്യ വാഹനങ്ങൾ 14.8%. വാടക വാഹനങ്ങളാണ് മൂന്നാമത്. രാജ്യത്തെ മൊത്തം രജിസ്ട്രേഷനുകളിൽ 3 ടണ്ണിൽ താഴെ ഭാരമുള്ള വാഹനങ്ങളാണ്.
വാഹനങ്ങളുടെ പിഴയടക്കാൻ സമയപരിധി അവസാനിക്കുന്നുവെന്ന് പ്രചാരണം വ്യാജമാണെന്ന് റോയൽ ഒമാൻ പോലീസ്. ഇത്തരം സന്ദേശങ്ങൾ ഔദ്യോഗികമല്ലെന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ROP മുന്നറിയിപ്പ് നൽകി. പിഴ ചുമത്തിയിട്ടുണ്ടെന്നും അവ അടക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കുകയും ചെയ്യുന്ന ടെക്സ്റ്റ് സന്ദേശങ്ങൾ ഒമാനിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ നിജസ്ഥിതി പറയുകയാണ് റോയൽ ഒമാൻ പോലീസ്. ഇത്തരം സന്ദേശങ്ങൾ ഔദ്യോഗികമല്ല, വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ROP സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇവ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനം പുറപ്പെടുവിച്ചതല്ലെന്നും സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ മറുപടി നൽകുകയോ ചെയ്യരുതെന്നും ROP പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഓൺലൈൻ തട്ടിപ്പുകൾ പല വിധത്തിലും നടക്കുന്നുണ്ടെന്ന് ROP നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വ്യാജ വീഡിയോ കോൾ സംഘത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാസങ്ങൾക്ക് മുമ്പ് ROP നൽകിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെയും ഗവൺമെന്റ് ജീവനക്കാരെയും അനുകരിച്ചാണ് പലരും വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി തട്ടിപ്പിന് ശ്രമിക്കുന്നത്. വ്യാജ ഇമെയിൽ വിലാസങ്ങൾ, ഔദ്യോഗിക യൂണിഫോമുള്ള ID കാർഡുകളുടെയോ മാറ്റം വരുത്തിയ ചിത്രങ്ങൾ എന്നിവ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ അഭ്യർത്ഥിച്ചോ ഇല്ലാത്ത നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇരകളെ ഭീഷണിപ്പെടുത്തിയുമാണ് തട്ടിപ്പുകാർ രംഗത്തെത്തുന്നത്. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് അഹമ്മദാബാദിലേക്ക് തിരിച്ചുവിട്ടു. 180 യാത്രക്കാരുമായി വിമാനം രാവിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കി. യാത്രക്കാരെ ഒഴിപ്പിച്ച ശേഷം സുരക്ഷാ ഏജൻസികൾ വിമാനത്തിൽ സമഗ്ര പരിശോധനയും നടത്തി. വിമാനത്തിനുള്ളിൽ ബോംബുണ്ടെന്ന് സൂചനയുള്ള കൈയെഴുത്ത് കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുൻകരുതൽ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല. ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയ്ക്കായി മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നീക്കം വിജയിച്ചില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ വിപുലമായ നാവികാഭ്യാസം നാളെയും മറ്റന്നാളുമായി നടക്കും. മേഖലയിൽ വിന്യസിച്ച തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്ക് ഭീഷണി നേരിട്ടാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകി. തെഹ്റാനിലെ 82 ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകൾ ഷെൽട്ടറുകളാക്കി മാറ്റുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനിലെ ബന്ദർ അബ്ബാസിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടന കാരണം വാതക ചോർച്ച മൂലമെന്ന് അധികൃതർ അറിയിച്ചു. MC നാസർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. നാസർ, അശാന്തമായി തുടരുകയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. യുദ്ധഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ചർച്ചകൾക്കുള്ള ഒരു വകുപ്പും കാണുന്നില്ലേ? ചർച്ചയ്ക്ക് പരാജയപ്പെടുകയാണോ? തുർക്കിയുടെയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെയും മേൽനോട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള നയതന്ത്ര ദൗത്യം ഇപ്പോൾ പോലും തുടരുകയാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ ഒരു നിലക്കും സ്വീകാര്യമല്ല എന്ന് ഇറാൻ ഈ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും ആണവ പദ്ധതി തീർത്തും ഉപേക്ഷിക്കണമെന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന്. രണ്ടാമത്തെ ഉപാധി എന്നത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ അത് നിജപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമീപകാലത്ത് നടന്ന പ്രക്ഷോഭത്തിൽ പിടികൂടിയവരെ പൂർണ്ണമായിട്ടും വിട്ടയക്കണം, അവർക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളരുത് എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ഈ 3 നിർദ്ദേശങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ സാധ്യമല്ല. ആണവ പദ്ധതി സമാധാനപൂർണ്ണമായിരിക്കും. ഒരു നിലക്കും ആണവായുധം നിർമ്മിക്കുന്നത് ഇറാന്റെ അജണ്ടയിലില്ല. അത്തരമൊരു പദ്ധതിയുമായിട്ട് നേരത്തെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുമായി കരാർ രൂപപ്പെടുത്തിയതാണ്. ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ ആവശ്യത്തിന് ഈ ആണവ ശക്തിയെ പ്രയോജനപ്പെടുത്താനുള്ള തങ്ങളുടെ അവകാശം തങ്ങൾ നിലനിർത്തും. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഇറാൻ നേതൃത്വം ഈ മധ്യസ്ഥ രാജ്യങ്ങളെയും അതോടൊപ്പം അമേരിക്കയെയും അറിയിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പൊടുന്നനെയുള്ളൊരു സാധ്യത അടയുകയാണ്. അതേസമയം കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി ഇറാനുമേൽ സൈനിക സമ്മർദ്ദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള തിരക്കിട്ട നീക്കത്തിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇറാന്റെ വിപുലമായിട്ടുള്ള സൈനികാഭ്യാസ പ്രവർത്തനം, നാവികാഭ്യാസം നാളെയും മറ്റന്നാളുമായിട്ട് ഹോർമുസ് കടലിടുക്കിൽ നടക്കുക. ഇതിനുവേണ്ടി വലിയ ഒരുക്കങ്ങളും സംവിധാനങ്ങളുമാണ് ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അടുത്ത കാലത്ത് ഏറ്റവും വിപുലമായിട്ടുള്ള സൈനികാഭ്യാസം ഈ മേഖലയിൽ നടക്കുന്നതും ഇതാദ്യം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ US സെൻട്രൽ കമാൻഡ് ഒരു നിർദ്ദേശം ഇറാന് നൽകിയിട്ടുണ്ട്. വളരെ സുരക്ഷിതവും പ്രൊഫഷണലുമായി ഇട്ടായിരിക്കണം ഈ അഭ്യാസ പ്രകടനം നടക്കേണ്ടത്. വല്ല നിലക്കും പിന്നെ തങ്ങളുടെ കപ്പലുകൾക്കോ തങ്ങളുടെ വിമാനങ്ങൾക്കോ പിന്നെ പ്രത്യേകിച്ച് ഈ കപ്പലുകളിൽ ഇറക്കിയിരിക്കുന്ന 100 കണക്കിന് പോർവിമാനങ്ങളുണ്ട്. അവയ്ക്ക് പരിക്കേൽക്കുന്ന, അവർക്ക് ഏതെങ്കിലും നിലയ്ക്ക് ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ
വരികയാണെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും വളരെ നിർണായകമായിരിക്കും. പക്ഷെ അതിനിടെ ഇന്ന് തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർബാസിൽ സ്ഫോടനം നടന്നിരുന്നു. ഒരു പെൺകുട്ടി മരണപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷെ ആ സ്ഫോടനത്തിന്റെ കാരണം കെട്ടിടത്തിലുണ്ടായ വാതക ചോർച്ച മൂലമാണ്, മറ്റ് ആരുടെയും ഇടപെടൽ ഇല്ല എന്നാണ് അല്പം മുമ്പ് ഇറാൻ നേതൃത്വം വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ഇറാന്റെ ഈ നാവിക കമാൻഡർ അലി റിസ കൊല്ലപ്പെട്ടതായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു വാർത്ത പരന്നിരുന്നു. പക്ഷേ ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമാണ് അത്തരം വാർത്തകൾ. അതിൻ്റെ പിന്നിൽ മറ്റ് പല താല്പര്യങ്ങളുമുണ്ട്. പക്ഷേ വളരെ സുരക്ഷിതമായിരിക്കുകയാണ് കമാൻഡർ എന്നുകൂടി ഇറാൻ നേതൃത്വം അല്പം മുമ്പ് വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ട്. ജീന. ശരി നാസർ, ഏതായാലും ഇറാനെതിരെ അമേരിക്കയുടെ പ്രകോപന നീക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്രമായ വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്. രാജ്യവ്യാപകമായി പരീക്ഷണാർത്ഥം എമർജൻസി സൈറൺ മുഴങ്ങുന്ന സമയം മാറ്റിയതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാവിലെ 10 മണിക്ക് ദേശീയ പതാക ഉയർത്ത ചടങ്ങ് നടക്കുന്നതിനാലാണ് സൈറൺ പരിശോധന ഉച്ചയ്ക്ക് 12 മണിയിലേക്ക് മാറ്റിയത്. സമയമാറ്റം നാളെ മാത്രമാണെന്നും തുടർന്നുള്ള മാസങ്ങളിൽ പതിവ് പോലെ രാവിലെ 10 മണിക്ക് പരിശോധന തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ സൈറൺ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള പതിവ് നടപടിയുടെ ഭാഗമായാണ് ദേശീയ സൈറൺ ടെസ്റ്റ് നടത്തുന്നത്. കുവൈത്ത് ദേശീയദിന വിമോചന ദിനാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബയാൻ കൊട്ടാരത്തിൽ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് ജാബർ അസ്ബാഹ് പതാക ഉയർത്തും. ദേശീയ പതാക ഉയർത്തിയതോടെ 1 മാസം നീളുന്ന ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ക്ഷണിതാക്കളും ചടങ്ങിൽ സന്നിഹിതരാകും. ചടങ്ങിനായി ബയാൻ കൊട്ടാരത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലും വിവിധ ആഘോഷ പരിപാടികൾ നടക്കും. അബുദാബിയിൽ വളർത്തുനായ്ക്കൾക്കും പൂച്ചകൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് 1000 ദിർഹമാണ് പിഴ. വളർത്തുമൃഗങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ച സമയം ഫെബ്രുവരി 3-ന് അവസാനിക്കുമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിച്ചു. അംഗീകൃത ആശുപത്രികളിൽ സൗജന്യമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. നിലവിലെ രജിസ്ട്രേഷൻ പുതുക്കാതിരുന്നാൽ 500 ദിർഹം പിഴ നൽകേണ്ടി വരും. റമദാൻ കാലം അടുത്തതോടെ ഒമാനിലെ കേന്ദ്ര മാർക്കറ്റായ സിലാൽ മാർക്കറ്റിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സംഭരണം ആരംഭിച്ചു. ഈ വർഷം കൂടുതൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു. അടുത്ത മാസം ആരംഭിക്കുന്ന റമദാൻ വ്രതാരംഭത്തിന് തയ്യാറെടുക്കുകയാണ് ഒമാനിലെ കേന്ദ്ര പഴം പച്ചക്കറി മാർക്കറ്റായ സിലാൽ. റമദാനിലേക്കുള്ള പഴങ്ങളും പച്ചക്കറികളും സംഭരിക്കുന്നതിന് തുടക്കമായിട്ടുണ്ട്. ഒമാനിൽ പഴം പച്ചക്കറി വിളവെടുപ്പ് സീസൺ ആരംഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ പഴങ്ങളും പച്ചക്കറികളും ഇപ്രാവശ്യം കൂടുതൽ വിപണിയിൽ എത്തിക്കാനാണ് വ്യാപാരികൾ ശ്രമിക്കുന്നത്. ജോർദാൻ, സിറിയ, ലബനൻ, ഈജിപ്ത്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ റമദാൻ സീസണിൽ ഒമാനിലേക്ക് കൂടുതലെത്തും. എല്ലാവരും ഉദ്ദേശം വെജിറ്റബിൾ ഒരു ദിവസം കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ പറ്റുമല്ല. ഇത് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ വർഷത്തെ റമദാനിലേക്ക് എത്തുന്നത്. അത്രയും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഇവിടെ മാർക്കറ്റിലെത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഒമാനിൽ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നമുക്ക് എടുക്കേണ്ട സാഹചര്യമുണ്ട്. കൂടുതൽ ഗുണമേന്മയുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക് ഉറപ്പാക്കാനാണ് സംഭരണ നടപടികൾ നേരത്തെ ആരംഭിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട്. പ്രാദേശികമായി ലഭ്യമല്ലാത്ത പഴം പച്ചക്കറികൾ മാത്രമാണ് പുറത്തുനിന്നും ഇറക്കുമതി ചെയ്യുക. ഇന്ത്യ, പാകിസ്ഥാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളിയും ഉരുളക്കിഴങ്ങും എത്തും. ഇറാനിൽ നിന്ന് ആപ്പിൾ, കിവി ഉൾപ്പെടെയുള്ളവ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. മീഡിയ 1 മസ്കത്ത്. കുവൈത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജനുവരിയിൽ ലിക്വിഡിറ്റി 1.48 ബില്യൺ ദിനാറിലെത്തിയതായി റിപ്പോർട്ട്. 21.5% കുറഞ്ഞതായാണ് അൽഷാൽ കൺസൾട്ടിംഗിന്റെ റിപ്പോർട്ട്. ഡിസംബറിലെ 1.869 ബില്യൺ ദിനാറായിരുന്നു. പ്രീമിയർ, മെയിൻ, ജനറൽ സൂചികളിൽ ഇടിവുണ്ടായതോടെ വിപണി പ്രകടനം ദുർബലമായി. ജനുവരിയിലെ ശരാശരി പ്രതിദിന വ്യാപാര മൂല്യം 77.3 ദശലക്ഷം ദിനാറായി. പ്രീമിയർ മാർക്കറ്റിൽ ലിക്വിഡിറ്റിയുടെ വലിയ പങ്ക് കുവൈത്ത് ഫിനാൻസ് ഹൌസും നാഷണൽ ബാങ്ക് ഓഫ് കുവൈത്തും നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ 2026 ജനുവരിയിൽ മെയിൻ മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി വിഹിതം കുറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന് പുതിയ ഭാരവാഹികൾ. സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് പി ഹമീദ് പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് ഷമീനെയും ട്രഷററായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാലിനെയും തെരഞ്ഞെടുത്തു. സുഹേൽ ശാന്തപുരം, ഹുസൈൻ കടന്നമണ്ണ, ആഷിഖ് അഹമ്മദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. സെക്രട്ടറിമാരായി മുഹമ്മദ് ഹനീഫ്, നിസ്താർ പട്ടേൽ, ഹംസ പെരിങ്ങത്തൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു.
സൗദിയിലെ യാംബുവിൽ KMCC സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ അഗ്നസ് FC ജേതാക്കളായി 13 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ കാർഫുഡ് FCയെ തോൽപ്പിച്ചാണ് കിരീടം. മത്സരത്തിൽ മുൻ ഇന്ത്യൻ താരം അനസ് എടത്തൊടിക മുഖ്യാതിഥിയായി. യാംബു KMCCയുടെ 40ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിരുന്നു സെവൻസ് ടൂർണമെന്റ്. 3 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ 13 ടീമുകൾ ഏറ്റുമുട്ടി. കാർഫുഡ് FCയെ 2 ഗോളിന് തകർത്ത് ആഗ്നസ് FCക്കായിരുന്നു കിരീടം. മികച്ച കളിക്കാരായി അഫ്സൽ, സഹീർ, സുഹൈർ, അക്മൽ എന്നിവരെ തിരഞ്ഞെടുത്തു. MT സഹീർ മെമ്മോറിയൽ ടൂർണമെന്റിന്റെ പര്യവസാനമാണ്, സമാപനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യാംബുവിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഫുട്ബോൾ പ്രേമികളും KMCCയുടെ പ്രവർത്തകരുമൊക്കെ വളരെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ്. മത്സര ചടങ്ങുകൾ KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു. ഫൈനൽ മത്സരത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക മുഖ്യാതിഥിയായിരുന്നു. നാട്ടിൽ നിന്ന് എത്രത്തോളം പ്ലേയേഴ്സിനെ കിട്ടുമോ അത്രയും പ്ലേയേഴ്സിനെ ഇറക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂർണമെന്റോടെ നടത്തിയിട്ടുള്ളത്. അപ്പം അത് വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു എനർജറ്റിക് ആണ്, അത്രയും ഒരു ഹാപ്പിനെസ് ആണ്. അത് നല്ലൊരു ഭാഗ്യമാണ്. യാംബുവിലെ വിവിധ സംഘടനാ നേതാക്കളും സ്പോൺസർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. UAE അൽമദീന ഗ്രൂപ്പ് ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന MPL ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഷാർജയിൽ തുടക്കമായി. ജേഴ്സി പ്രകാശനത്തിന് പിന്നാലെ DCS സ്റ്റെല്ലാർ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 10 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുക. അൽമദീന, മാംഗോ ഹൈപ്പർ മാർക്കറ്റുകളിലെ ജീവനക്കാരും മാതൃകമ്പനിയായ അൽമദീന ഗ്രൂപ്പിന് മറ്റ് സ്ഥാപനങ്ങളിലുമുള്ളവരുമാണ് ടീം അംഗങ്ങൾ. ജേഴ്സി പ്രകാശന ചടങ്ങിൽ അൽമദീന ഗ്രൂപ്പ് MD അബ്ദുള്ള പോയിൽ ഉൾപ്പെടെ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുത്തു. UAE മെൻസ് ഫാഷൻ ഷോറൂമായ ലൈഫ് നെവർ എൻഡ്സ് 2ാമത്തെ ഷോറൂം തുറന്നു. ദുബായ് മദീന മോളിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. വൈറ്റ്ലൻ എന്ന പ്രമുഖ മെൻസ് വെയർ ബ്രാൻഡിന്റെ റീറ്റെയിൽ ഷോറൂമായാണ് ലൈഫ് പ്രവർത്തിക്കുക. ആൺകുട്ടികൾക്കും യുവാക്കൾക്കും എന്ന പോലെ മുതിർന്ന പുരുഷന്മാർക്കും ഏറ്റവും ആകർഷകമായ ഫാഷൻ വസ്ത്രങ്ങളെന്ന ആശയവുമായി തുടക്കമിട്ട സ്ഥാപനമാണ് ലൈഫ് നെവർ എൻഡ്സ്. ഷാർജ മുവൈലയിലെ ആദ്യ ഷോറൂമിന് പിന്നാലെ ദുബായ് മദീന മാളിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. വൈറ്റ് ലൈൻ ചെയർമാൻ ഇസ്ഹാഖ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. വൈറ്റ് ലൈനെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ലൈൻ ഹോൾസെയിൽ ഡിവിഷനാണ്. അതൊരു B2B ആണ്. B2Cയിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു ബ്രാൻഡ് നെയിമാണ് ലൈഫ് എന്ന് പറയുന്നത്. ലൈഫിൽ ഇപ്പോൾ നിലവിൽ മെൻസിൻ്റെതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും നല്ല ഫാഷൻ ട്രെൻഡി ഐറ്റംസൊക്കെ അപ്ഡേറ്റ് ആയി ലൈഫിൽ കിട്ടുന്നതായിരിക്കും, നല്ല അഫോർഡബിൾ പ്രൈസിൽ. GCC സംബന്ധിച്ചിടത്തോളം GCCയിലുള്ള ക്ലൈമറ്റിനും അതുപോലെ തന്നെ മാറുന്ന ഫാഷൻ അനുസരിച്ചും ലൈഫിൽ പുതിയ അപ്ഡേഷനുകൾ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. UAE മുഴുവൻ എമിറേറ്റുകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലൈഫ് നെവർ എൻഡ്സിന്റെ അടുത്ത ഷോറൂം അബുദാബിയിൽ തുറക്കുമെന്ന് സംരംഭകർ പറഞ്ഞു. മീഡിയ 1, ദുബായ്. സൗദിയിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ മീറ്റ് ആൻഡ് റൈസ് ദമാമിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. തനത് ഇന്ത്യൻ രുചി വൈവിധ്യങ്ങളുമായാണ് റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം. ദമാം കോർണിഷ് ഷാത്തി ഏരിയയിൽ വിശാലമായ പാർക്കിംഗ്, ഡൈനിംഗ്, ഓഡിറ്റോറിയം സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടത്തിലാണ് പ്രവർത്തനം. പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ മീറ്റ് ആൻഡ് റൈസ് സൗദിയിലെ ദമാമിലും പ്രവർത്തനം ആരംഭിക്കുന്നു. ദമാം കോർണിഷ് ഷാത്തി ഏരിയയിൽ റൊട്ടാന ഹോട്ടലിന് എതിർവശത്തായാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 1 വൈകിട്ട് 4 റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ സ്വന്തം നമ്മളൊരു മില്ലുണ്ട്, അതിലൂടെയാണ് നമ്മൾ പൊടിച്ചിട്ട് നമ്മളെ പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ഫുള്ളും നമ്മൾ ഈ സ്റ്റോറിൽ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റും. ഒന്നാമത് നമ്മൾ ഇന്നോഗ്രേഷൻ സംബന്ധിച്ച് നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു വോച്ചർ എല്ലാവർക്കും 60 റിയാലിന് സ്പെൻഡ് ചെയ്താൽ നമ്മൾ ഒരു വോച്ചർ കൊടുക്കും. അതിലൂടെ നമ്മൾ സെലക്ട് ചെയ്യും. എല്ലാ സാറ്റർഡേ നമ്മൾ സെലക്ട് ചെയ്യും. ഓരോ വീക്കിൽ ഓരോ ഐഫോൺ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 20% 1 to 10 ഫെബ്രുവരി നമ്മൾ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റത്തിനും. സ്വദേശികളും വിദേശികളുമായ ഉപഭോക്താക്കൾക്ക് നാടൻ ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റെസ്റ്റോറന്റ് ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കി.
മീഡിയ 1 ദമ്മാം. ലോക കേരള സഭ 5ാം പതിപ്പിന് സമാപനം. വിദേശത്തെ ജോലി തട്ടിപ്പിൽ ബോധവൽക്കരണ പരിപാടിക്കൊപ്പം കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സമാപന സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 3 ദിവസം നീണ്ട സമ്മേളനത്തിൽ 7 മേഖലാടിസ്ഥാന സമ്മേളനങ്ങളും 8 വിഷയാധിഷ്ഠിത ചർച്ചകളും നടന്നു. വ്യാഴാഴ്ച നിശാഗന്ധിയിൽ നടന്ന പൊതുസമ്മേളനത്തോടെയാണ് ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് തുടക്കമായത്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു സഭാ സമ്മേളനം. ഇതുകൂടാതെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഓപ്പൺ ഫോറവും ലോക കേരള സഭയുടെ ഭാഗമായി നടന്നു. 125 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 182 പ്രതിനിധികൾക്കു പുറമെ പ്രത്യേക ക്ഷണിതാക്കളും 5ാം പതിപ്പിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയ്ക്ക് സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകി. സജീവമായ ചർച്ചകളാണ്. ഒട്ടേറെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ 5ാം ലോക കേരള സഭയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ വന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം നാം തയ്യാറാക്കുന്ന പദ്ധതിക്കും സഹായകമാകും. പ്രതിപക്ഷ ബഹിഷ്കരണത്തിലാണ് ഇത്തവണയും ലോക കേരള സഭ നടന്നത്. ദൂർത്താരോപിച്ചും പദ്ധതി നടത്തിപ്പിലെ വ്യക്തതക്കുറവ് ചൂണ്ടിക്കാണിച്ചുമാണ് ഇത്തവണയും പ്രതിപക്ഷം വിട്ടുനിന്നത്. മീഡിയ 1 തിരുവനന്തപുരം. പ്രവാസികൾക്കായി ഭവന സുരക്ഷിതത്വ പദ്ധതികൾ അനിവാര്യമാണെന്ന് നോർക്ക ഡയറക്ടറും ABN കോർപ്പറേഷൻ ചെയർമാനുമായ JK മേനോൻ. ബാങ്കിംഗ് സാങ്കേതിക തത്വങ്ങളും ഡോക്യുമെന്റേഷനിലെ പ്രശ്നങ്ങളും കാരണം നിരവധി പ്രവാസികളാണ് വീടില്ലാതെ പ്രയാസപ്പെടുന്നതെന്ന് ലോക കേരള സഭയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രവാസികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ നിക്ഷേപ മാർഗങ്ങൾ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും JK മേനോൻ പറഞ്ഞു. ഒരു ഭവന പദ്ധതി പോലത്തെ ഒരു പ്രൊഡക്റ്റ് പ്രവാസികൾക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബുദാബി ഇന്ത്യൻ സ്കൂൾ 50 വർഷം പിന്നിടുന്നു. 1 വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ നാളെ UAE സഹിഷ്ണുതാ കാര്യമന്ത്രി ഷൈഖ് നഹ്യാൻ ബിൻ മുബാറക് ഉദ്ഘാടനം ചെയ്യും. 59 കുട്ടികളുമായി 1975-ലാണ് അബുദാബി ഇന്ത്യൻ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 5000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. നാളെ നടക്കുന്ന സുവർണ ജൂബിലി ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ MA യൂസഫ് അലിയും പങ്കെടുക്കും.